വിഷയം കണ്ടു കാണും. നമ്മുടെ ഒരു സവാദിന്റെ വിഷയമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വലുതായിട്ട് ആഘോഷിക്കപ്പെടുകയും ഇത്രയും മാന്യനായിട്ടുള്ള ഒരു വ്യക്തി ഇല്ല എന്നൊരു ചർച്ച നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക താല്പര്യക്കാർ ഒരു പെൺകുട്ടി ഒരു ബസ്സിനകത്ത് വെച്ച് ഉയർത്തിയ ദുരനുഭവത്തെ സംബന്ധിച്ച് മഹാനായി ചിത്രീകരിക്കപ്പെട്ട് ജയിലിലേക്ക് അയക്കപ്പെട്ട വ്യക്തിക്ക് ഈ നാട്ടിൽ എന്തോരം സ്വീകരണമായിരുന്നു. ആ സവാദിനെ കുറിച്ചാണ്. അതെ, 2023 അതേ സവാദ്. ആ സവാദിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ വീരകൃത്യത്തിന്റെ വാർത്ത വരുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. കാര്യം ആരെയും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ ന്യായീകരിക്കാൻ പോകരുത്. ആരുടെയും നിഷ്കളങ്കത കണ്ടിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കരുത്. അതുണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടത്തിന്റെ തെളിവാണ് ഇപ്പോ ഒരാളെ കൈയോടെ പിടിക്കപ്പെട്ടു. അന്ന് ആ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ സംബന്ധിച്ചുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാനുള്ളത്. ചില കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ പറയേണ്ടി വരണം. അന്നും ആ സംഭവവികാസം ഉണ്ടായ സന്ദർഭത്തിൽ സവാദിനെതിരെ തന്നെയാണ് സംസാരിച്ചിരുന്നത്. ഇന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സവാദ് വീണ്ടും കുറ്റകൃത്യത്തിലേക്ക്, അതായത് സമാന കുറ്റകൃത്യത്തിലേക്ക്, എങ്ങനെ KSRTC ബസ്സിൽ നമ്മൾ കാണുമ്പോൾ അതായത് ചെയ്ത പ്രവർത്തനം, ആ ഞരമ്പൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് ന്യായീകരിച്ചവർ ഇന്നിപ്പോ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയോ ക്ലിയർ ആണോ? വ്യക്തതയുണ്ടോ എന്നൊന്ന് പ്രതികരിച്ചാൽ. നമ്മളെല്ലാ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചും വലിയ ആധികാരികമല്ലെങ്കിൽ പോലും ഒരു കൃത്യമായിട്ട് നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ സമൂഹത്തിനോട് പറയണമെന്ന് കരുതുന്ന കൂട്ടത്തിലാണ്. ആ നിലയ്ക്കാണ് സവാദിന്റെ വിഷയത്തിൽ സംസാരിക്കേണ്ടിയിരിക്കുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ സ്ത്രീകളിൽ പ്രതികരണശേഷി ഉണ്ടാകണം. ഞാൻ എന്ത് കരുതിക്കൊണ്ട് സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കണമെന്നല്ല, അല്ലെങ്കിൽ വിമൻ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന സ്ത്രീകളെ ന്യായീകരിക്കണമെന്നും അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ എല്ലാവരും മഹതികളാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ എല്ലാവരും പതിവ്രതകളോ അല്ലെങ്കിൽ ശരികളാണോ എന്നുള്ളതൊന്നും ഇല്ല. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ബഹുമാനമുണ്ട്. സ്ത്രീകൾക്കുള്ളിലും ക്രിമിനലുകളുണ്ട്, സ്ത്രീകൾക്കുള്ളിലും തെറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതല്ലാതെ മനഃപൂർവ്വമായി സ്ത്രീകളെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ പോകുന്ന പുരുഷന്മാരും ഈ സമൂഹത്തിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടണം. അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ചില ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നുള്ള ഒരു പിറവി കൊണ്ടിരിക്കുന്ന ഒരു സംഘടന ഉണ്ടല്ലോ. ഈ അടുത്ത കാലത്ത് ഒരു 15 വയസ്സ് തികയാത്ത പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള മുകേഷ് നായറിനെ വരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന വ്യക്തി. ഈ സവാദിനെയും നേരത്തെ പൂമാലയിട്ട് ജയിലിൽ നിന്ന് സ്വീകരിച്ചിരുന്നവരാണ്. ഇപ്പൊ കാണാനില്ല, അനക്കോ ഇല്ല, ആവിയില്ല. എന്തുകൊണ്ട് ആ വിഷയം കേൾക്കുന്നുണ്ടോ? ഓക്കെ, റസാഖ് മുത്തുമണി, ഹായ്. അപ്പൊ എന്തുകൊണ്ട് ആ വിഷയം എടുത്തു എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ചില ഷെല്ലുകൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം വ്യക്തികളുണ്ട്. അതായത് സ്ത്രീകളെ പ്രത്യേകമായിട്ട് സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പ്രത്യേക മനോഭാവക്കാർ. അതായത് KSRTC ബസ്സിൽ അന്ന് ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ പേര് പുറത്ത് പറയാൻ പാടില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ അവർ പോസ്റ്റ് ചെയ്ത 2023 KSRTC ബസ്സിൽ തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലാണ് ബസ്സിൽ വെച്ചിട്ട് ആ ദൃശ്യം അന്ന് പുറത്തു വന്നിരുന്നതാണ്. സവാദ് അവരോട് അപമര്യാദയായി പെരുമാറി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവം എടുത്ത് അവരെ കാണിക്കുന്നത് അവർ മൊബൈൽ ഷൂട്ട് ചെയ്തു, പ്രശ്നമായി, കണ്ടക്ടർ ഓട്ടിച്ചിട്ട് പിടിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ കേസ് നടപടി എടുക്കുന്ന സന്ദർഭത്തിലാണ് ഇവർ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് മോഡേൺ ആയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയും, അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് നടക്കുന്നത് കൊണ്ട് അതാണ് സവാദിനെ പ്രകോപിപ്പിച്ചത് എന്ന ന്യായീകരണം അടിച്ചുകൊണ്ടും, സവാദിന് അത്തരം തോന്നലുകൾ ഉണ്ടാക്കിയത് ആ സ്ത്രീയുടെ വേഷവിധാനമാണെന്നൊക്കെ ന്യായീകരിക്കാൻ പോയവർ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ സമൂഹത്തിൽ ഒരാൾ എന്ത് ധരിക്കണം, എന്ത് ധരിക്കണ്ട, എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അതത് വ്യക്തികളാണ്. ആ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു കയറാൻ ഒരു അവകാശവും. ഒരു സ്ത്രീ ഇങ്ങനെ നടക്കണം എന്നുള്ളതിന്റെ പിടിവാശി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ട് എന്ന് വേണം അതിൽ മനസ്സിലാക്കാൻ. അവരെങ്ങനെയോ നടക്കട്ടെ, സ്ത്രീയും പുരുഷനുമാണ്, പരസ്പര അട്രാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊരു പ്രകൃതി നിയമമാണ്, അതിനെയൊന്നും എതിർക്കുന്നില്ല. പക്ഷേ ഒരാളുടെ ശരീരം അയാളുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ഈ നാട്ടിൽ ഒരു മനുഷ്യനും അവകാശമില്ല. അവരെന്ത് ധരിക്കണം, അവരുടെ ശരീരത്തിന് ചേർന്ന വസ്ത്രം ഇതാണെന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അത് നിങ്ങൾക്ക് അവരെ ആക്രമിക്കാനുള്ള ലൈസൻസ് ആണോ? ഈ അടുത്ത കാലത്ത് ഹണി റോസിന്റെ വിഷയം പുറത്തു വന്നപ്പോൾ വലിയ ചർച്ചയായ ഒരു വിഷയമാണ്. അവർക്ക് ഇപ്പോൾ മോഡലായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഇടണം എന്ന് അവർ
ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ പുറത്ത് അത് ചെയ്യുകയാണ്. അതിൽ നിങ്ങൾക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് വല്ലാത്ത തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രചോദനം തരുന്നുണ്ട്, ഒരാളെ ആക്രമിക്കാനുള്ള ലൈസൻസ് ആണ്, അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നവരെല്ലാം മോശക്കാരാണ്, പോക്ക് കേസാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വണ്ടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് സവാദിന് സംഭവിച്ചിരിക്കുന്നത്. അന്ന് സവാദിനെ തിരുത്താൻ നിങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് സവാദ് ഈ തെറ്റ് ചെയ്യില്ലായിരുന്നു, അല്ലെ? അന്ന് നോക്കിയപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ നാട്ടിൽ പൂമാലയിട്ട് അല്ലെങ്കിൽ ഹാരമിട്ട് സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികം എന്താണ്? ഇനിയും ചെയ്യണം, ഇനി എനിക്ക് എന്ത് കിട്ടും? ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൂമാലയിട്ട് സ്വീകരിക്കാൻ ഈ നാട്ടിൽ ആൾക്കാരുണ്ടാകും. അയാൾ നിങ്ങളെ കുറിച്ചൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്തായിരിക്കും? എന്തൊരു മണ്ടന്മാരാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ന്യായീകരിച്ചവരാരെങ്കിലും ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് അയാൾ ഈ രണ്ടാമത്തെ തവണയൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ വ്യക്തി ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പലനാൾ ഇത് തെറ്റ് ചെയ്ത് ഏറ്റവും ഒടുവിൽ ഇവർ കുറച്ചുകൂടി ഫെമിനിസ്റ്റ് ആംഗിളിലുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ടഫ് ആംഗിളിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവർ പരസ്യമായിട്ട് അങ്ങ് എന്ത് ചെയ്തു? പ്രതികരിച്ചു. ആ പ്രതികരിച്ചത് അവർക്ക് അങ്ങനെയുള്ള ശേഷി ഉള്ളത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ആ പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി ഈ തെറ്റ് ചെയ്ത വ്യക്തിയെ നിങ്ങൾ ന്യായീകരിച്ചു വിടുമ്പോൾ ഇന്നലകൾ നിങ്ങൾ ചിന്തിക്കാതെ പോയൊരു കാര്യമുണ്ട്. ഇയാളാൽ പ്രതികരണശേഷി കുറഞ്ഞ എത്ര പാവപ്പെട്ട പെൺകുട്ടികൾ ഇരയായിട്ടുണ്ടാകാം. ആ ഇരയായവർ ഇപ്പോഴും മാനസികമായിട്ടുള്ള ആഘാതത്തിൽ നിന്ന് ചിലപ്പോൾ മുക്തി ഉണ്ടായിട്ടില്ല. കാര്യം KSRTC ബസ്സിൽ കയറി ഇത്തരം പ്രവർത്തനങ്ങൾ അവന്മാർക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നാൽ മതി. അത് ചിലപ്പോൾ ഈ വിമർശിക്കുന്ന, ഈ ന്യായീകരിക്കുന്നവരുടെ ബന്ധുക്കളാകാം, ചിലപ്പോൾ എന്റെ ആരെങ്കിലും റിലേറ്റീവ്സ് ആവാം. ആ സന്ദർഭത്തിലല്ല എനിക്ക് പൊള്ളേണ്ടത്. ചെയ്തത് തെറ്റാണോ, പറയുന്ന വ്യക്തിയുടെ മറ്റേ ജാതകവും ഭൂമിശാസ്ത്രവും ഒക്കെ നോക്കിയിട്ടാണ് അവരുടെ പരാതി നിങ്ങൾ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും അത്തരം തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംരക്ഷിച്ചതിന് ശേഷം സംഭവിക്കാനുള്ള സാധ്യത എന്താണ്? അവൻ അടുത്തത് കാണിക്കുന്നത് നിങ്ങളെ കുടുംബത്തിലുള്ള ആരുടെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അന്ന് സവാദിന് ഹാരമായിട്ട് പോയവന്മാർ ഇതിന് പരിഹാരം കാണാൻ പറ്റുമോ? അയ്യോ, എന്റെ മകളടുത്തോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും സ്ത്രീയുടെ അടുത്ത് ഇത് കാണിച്ചു നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പോ ഇത്തരം തെറ്റുകൾ, കാര്യം വീടുകളിൽ നിന്ന് സ്വതന്ത്രമായി സ്ത്രീകൾ പുറത്തേക്ക് പോകുന്ന സന്ദർഭങ്ങളിൽ അവർ സുരക്ഷിതരായിരിക്കണം. ഇതിപ്പോ ആർക്കെങ്കിലും, ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പരം കൺസെന്റ് ആണ്, താല്പര്യമുണ്ട്, അത് അവർ ചെയ്തോട്ടെന്നേ. ഇത് മറ്റേ പബ്ലിക്കായിട്ട് അവർ യാത്ര ചെയ്യുമ്പോൾ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് കടന്നാക്രമിക്കാനുള്ള വ്യക്തിയാണ്, അവർ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യാൻ ഓക്കെ ആണ് എന്നൊക്കെ ചിന്തിക്കുന്ന മനോഭാവങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുത്തത്? ആ കുട്ടി ഇൻസ്റ്റഗ്രാമിലൊക്കെയും പുതിയ കാലത്തിലെ മോഡൽ ചിന്തയും അല്ലെങ്കിൽ മോഡൽ എന്നൊരു പ്രൊഫഷൻ സ്വീകരിച്ചു പോയ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ഞരമ്പം വേലത്തരം കാണിച്ചവനെ നിങ്ങൾ ന്യായീകരിച്ചതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവനെ താരരാജാവിനെ പോലെ കൊണ്ടുപോയി വീണ്ടും എന്ത് ചെയ്തു? KSRTC ബസ്സിൽ കയറി അതേ തെമ്മാടിത്തം തന്നെ അവൻ കാണിച്ചു. എന്തുകൊണ്ട് കാണിച്ചേ? ഈ സമൂഹം അവന്റെ ഞരമ്പ് രോഗത്തിന് പൂമാല ഇട്ട് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പൂമാല ഇട്ടവരുടെ വീടുകളിൽ ഇത് സംഭവിക്കണ്ടേ? അവരുടെ വീടുകളിൽ ഈ ദുരനുഭവം ഉണ്ടാവുമ്പോൾ സവാദ് അന്ന് ചെയ്തതൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീയെ അങ്ങ് തള്ളി പറഞ്ഞിട്ട് ന്യായീകരിക്കുമോ? ഇല്ലല്ലോ. വേദന ഉണ്ടാകുമല്ലോ, പൊള്ളൽ ഉണ്ടാകുമല്ലോ. ഈ പ്രകോപനം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിൽ ഈ ഒരു ഞരമ്പൻ ചിന്താഗതി ഉള്ളവർക്കാണ്. ഇപ്പോ ഒരു ഡ്രസ്സിങ് ഇട്ട് ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നു, നിങ്ങൾ നോക്കുന്നുണ്ട്, അതൊന്നും യാതൊരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾക്ക് അവരുടെ അനുവാദമില്ലാതെ അവരുടെ ദേഹത്ത് സ്പർശിക്കാൻ അനുമതിയില്ല. അതാണ് യാഥാർത്ഥ്യം. ആ അനുമതി ഇല്ലാതെ നിങ്ങൾ തൊട്ടത് ഒരു ക്രൈമാണ്. അതാണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ. അതിനെ സംബന്ധിച്ച് അവർക്ക് അവിടെ ഇരുന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് ആ സ്ത്രീ പരസ്യമായി പ്രതികരിച്ചത് കൊണ്ട് നാടറിഞ്ഞു. പക്ഷേ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത, അതായത് ഏറ്റവും അച്ചടക്കോ ഒതുക്കോ ഉള്ളവരെന്ന് പറഞ്ഞാൽ ബസ്സിലൊക്കെ ഇത്രയും വൃത്തികേടുകൾ ഏവനെങ്കിലും ഒരുത്തൻ കാണിച്ചാൽ അത് മിണ്ടാതിരിക്കണമെന്നുള്ള ഒരു ഉപദേശം നിങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ചടക്കമുള്ള പെൺകുട്ടികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കൊടുക്കുമായിരിക്കും. അതുകൊണ്ട് ഇമാതിരി തോന്നിവാസം ചിലപ്പോൾ അവർക്ക് സഹിക്കേണ്ടി വരും, കരയേണ്ടി വരും, മെന്റൽ ഷോക്കിംഗ് ആകും. അത് അവർക്കുണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലാകണമെന്ന് കൂടിയില്ല. കാര്യം മെൻസ് അസോസിയേഷൻ ഓൾ കേരള ഞങ്ങളാണ് പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗം എന്നുള്ള നിലയ്ക്കൊക്കെ, അതായത് ഈ നാട്ടിലെ എല്ലാ സ്ത്രീകളും ശരിയൊന്നുമല്ല, ചിലരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ മോശമാണ്, അത് പല കുടുംബങ്ങളിലും കണ്ടിട്ടുമുണ്ട്. അവരെ ഒന്നും ന്യായീകരിക്കുന്നില്ല. അവരൊക്കെ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണമെന്നല്ല. പക്ഷേ ഇപ്പോ ഈവൻ ഒരു സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ തന്നെ ആയിക്കോട്ടെ, ഈ സെക്സ് വർക്ക് അവർ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ഒരു വരുമാനത്തിന് മറ്റു മാർഗമില്ലാത്ത അവസരത്തിൽ ഏതോ ഒരു സന്ദർഭത്തിൽ ആ ചതിക്കുഴിയിൽ ചെന്ന് പെട്ടുപോയതായിരിക്കും.
പിന്നീട് അതൊരു തൊഴിലായി മാറുന്നു. കാര്യം ഒരു തവണ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അവരെ സമീപിക്കുന്നത് അയാൾ മുഖേന മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അവർ അതായി മാറുകയാണ്. ആ സന്ദർഭത്തിൽ അവർ അത് ചെയ്തു പോകുന്നതിനപ്പുറം അവർ ഒരിക്കലും ഈ ചെയ്യുന്ന തൊഴിലിനപ്പുറത്തേക്ക് അതൊരു ശാരീരികമായിട്ടുള്ള ആസ്വാദനമാണെന്ന് നിങ്ങൾ കരുതരുത്. അവിടെയാണ് നിങ്ങളുടെ വിവരക്കേടെന്ന് പറയുന്നത്. ആ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നീട് കാശ് കിട്ടാനുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ് കാണുന്നത്. അപ്പോ മരവിച്ച മനസ്സുമായിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടേതായ താല്പര്യങ്ങൾ തീർത്തിട്ട് പോകുമ്പോൾ അവരെ മോശക്കാരിയാക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടാകുക? അത് ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ സംഭവിച്ചു പോകുന്ന മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് കരുതിക്കൊണ്ട് സകലമാന സ്ത്രീകളും ശരിയാണ് അല്ലെങ്കിൽ തെറ്റുകാരല്ലാത്തവരാണ്, അവരെ എല്ലാം മഹത്വവൽക്കരിക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അന്ന് ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ ന്യായമുണ്ടായിരുന്നു, നീതി ഉണ്ടായിരുന്നു. അവർ സെക്ഷൽ അബ്യൂസിന് ആ ബസ്സിൽ വെച്ച് ഇരയായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ സമീപനം ഈ രീതിയിൽ പൂമാല ഇടേണ്ടത് അയാളായിരുന്നു, സവാദ് മിടുക്കനായിരുന്നു, സവാദ് തെറ്റുകാരനല്ല, സവാദ് ചെയ്ത പ്രവൃത്തി സൽപ്രവൃത്തിയാണ്, അവർ ഇട്ടിരുന്ന വേഷത്തിനാണ് മോശമെന്ന് രാഹുൽ ഈശ്വറിനെ പോലുള്ള ചില വിടുവായന്മാർ പറയുന്ന വാചകങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഈ രീതിയിൽ ന്യായീകരിച്ചതിന്റെ ഭാഗമായിട്ട് വീണ്ടും ആ തെറ്റ് ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സമൂഹം ചിലരെ വീണ്ടും വീണ്ടും തെറ്റുകാരാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് സവാദ്. സവാദിനെ പോലുള്ളവർ KSRTC ബസ്സിലല്ല ഏത് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിനകത്ത് സഞ്ചരിക്കുമ്പോഴും അതിനകത്ത് സ്ത്രീകൾ സുരക്ഷിതരാകേണ്ടത് തന്നെയാണ്. അവർക്ക് ഇപ്പൊ ഞാൻ പറയാലോ, ചിലപ്പോൾ തിരക്കിനിടയിൽ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ പോകുന്നത് ചിലർക്കൊരു അവസരമായിട്ടാണ് കാണുന്നത്. ആ അവസരം എന്ന് പറഞ്ഞാൽ മിസ്യൂസിൽ ഇപ്പോ മനുഷ്യരുടെ മനോഭാവം മനസ്സിലാക്കാം. പക്ഷേ ഒഴിഞ്ഞു മാറിപ്പോകുന്നവർ, താല്പര്യമില്ലാത്തവർ എന്നൊരു ആംഗിളിലേക്ക് എത്തുമ്പോൾ വീണ്ടും അവരെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ പല പ്രതികരണ ശേഷി ഇല്ലാത്തവരടുത്ത് കാണിച്ചതിന്റെ വേദന ഒരു കാലത്ത് ഒരു വ്യക്തി തുറന്നു കാട്ടപ്പെടുകയാണ്. വീണ്ടും അവനെ രക്ഷിച്ചുകൊണ്ട് ഈ സമൂഹം പോകുമ്പോൾ അതേ തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പ്രവണതയ്ക്ക് നിങ്ങൾ കുടപിടിച്ചു കൊടുത്തവരായി കഴിഞ്ഞു. ആ കുടപിടിച്ച് വീണ്ടും അവനെ കൈയോടെ പിടിക്കപ്പെടുമ്പോൾ ന്യായീകരണക്കാരെല്ലാം വായ തുറക്കാതെ എന്തിനാണ് മാളത്തിൽ പോയി പതുങ്ങിയിരിക്കുന്നത്? പുറത്തിറങ്ങി അന്തസ്സായിട്ട് വീണ്ടും ന്യായീകരിച്ച് കാണിക്കും. അവൻ മഹാനാണെന്ന് പറ. ഇന്നലകളിൽ ചെയ്ത തെറ്റിന് അവനെ ന്യായീകരിച്ചുകൊണ്ട് അവന് പൂമാല ഇട്ടുകൊടുത്ത് അവനെ ചപ്രപഞ്ചത്തിൽ കൊണ്ടുപോയി വീണ്ടും പോയി ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീകളുടെ തോളിൽ കയറി ഉപദ്രവിക്കും, നീ ചെയ്യുന്നത് ഏറ്റവും മികച്ച പ്രവർത്തനമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തവർ ഇന്നിപ്പോ ഈ നാട്ടിലൊന്നും ജീവിച്ചിരിപ്പില്ല എന്ന് തോന്നുകയാണ്. അല്ലെങ്കിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് മുടിയും വളർത്തി ചില പേക്കോലങ്ങൾ കെട്ടി നടക്കുന്ന ടീംസ് ഉണ്ട്. മെൻസ് എന്ന് പറഞ്ഞ് ഇവർക്ക് അവർക്ക് എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു ഫാമിലി എന്തോ ആയിക്കോട്ടെ, അവിടങ്ങളിലൊക്കെ ഈ പറയുന്ന ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എല്ലാ വ്യക്തികളും 100% ശരിയാണെന്നൊന്നുമില്ല. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ബോണ്ടിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ താമസിക്കുമ്പോൾ ഈ വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. വീടുകൾക്കകത്ത് പരസ്പരം പ്രശ്നങ്ങളില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കാര്യം രണ്ട് റോബോട്ടുകളാണ് അതിനകത്ത് താമസിക്കുന്നതെന്ന് വിചാരിച്ചോളാം. പരസ്പര അഭിപ്രായം ഉള്ളിടത്ത് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് എതിരഭിപ്രായങ്ങളായി മാറുകയോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുന്നവരും വഞ്ചിക്കുന്നവർക്കൊക്കെ ഇടയിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് വേർപെട്ട് പോകുമ്പോൾ സ്ത്രീ മാത്രമാണ് പ്രശ്നക്കാർ അല്ലെങ്കിൽ അതിൽ പുരുഷന്മാരെല്ലാം ശരിയാണെന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകളെ അടച്ചധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ചിലരൊക്കെ ഈ വിഷയത്തിൽ സവാദിനെ ന്യായീകരിച്ചവർ, മെൻസ് അസോസിയേഷനെ ന്യായീകരിക്കുന്നവർ, അല്ലെങ്കിൽ മുകേഷ് നായർ ചെയ്ത പ്രവർത്തനങ്ങളുടെ വസ്തുത പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ട് 15 വയസ്സായ ഒരു പെൺകുട്ടി അവർ പരാതി കൊടുത്താൽ പോക്സോ കേസ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടത് എന്തിന് എന്നുള്ളതിനൊക്കെ മറുപടി പറയാനുണ്ട്. പിന്നെ കാശും സ്വാധീനവും വെച്ചിട്ടൊക്കെ കേസിൽ നിന്ന് ഊരിപ്പോയി കഴിഞ്ഞാൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു കാലത്തൊക്കെ ഇതുപോലെ തുറന്നു കാട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. കാര്യം ആരുടെയെങ്കിലും ഒക്കെ കണ്ണീരിന് നമ്മൾ പിന്നീട് മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ സമയത്ത് ചിലരൊക്കെ രക്ഷിച്ചുകൊണ്ട് പോയെങ്കിലും അങ്ങനെ ഒന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ലെന്ന്. ചില കള്ളന്മാർ അല്ലെങ്കിൽ ഇതുപോലുള്ള കപടന്മാർക്കെല്ലാം ഒരു കാലത്ത് ഇതുപോലെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ചില അവരുടെ രക്ഷകരായിട്ട് വന്നു കഴിഞ്ഞാലും ഉള്ളിലെ ഫ്രോഡിനെ എല്ലാ കാലത്തും തളച്ചിടാൻ പറ്റില്ല. അത് അതേപടി പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും. അത് സമൂഹത്തിന് ബുദ്ധിമുട്ടാകുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ ഇന്നിപ്പോ മലപ്പുറത്ത് വെച്ച് പരാതി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ കൈയോടെ പോലീസ് പിടിക്കുമ്പോൾ അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് ഈ തമിഴ്നാട്ടിലേക്കൊക്കെ രക്ഷപ്പെട്ടു പോകാൻ നേരത്ത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വിട്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സവാദ് എന്ന വ്യക്തി എന്തായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ നിരന്തരം പ്രവർത്തനമായിരുന്നു ഈ KSRTC ബസ്സുകളിലെ ഇത്തരം ഞരമ്പം പ്രവർത്തനമെന്ന് കൈയോടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ
ഈ ഒഴുക്കിനനുസരിച്ച് നീന്താതെ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആ സന്ദർഭത്തിൽ എന്താണോ ആരെങ്കിലും ആ സ്ത്രീയുടെ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ന് തെറി വിളിക്കാൻ ആവേശം കാണിച്ചവരെ ഒന്നും പുറത്ത് കാണാനില്ല. ഇന്നിപ്പോ സവാദ് ചെയ്തിരിക്കുന്ന പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ന്യായീകരിക്കാം. കാര്യം ഈ നാട്ടിൽ ചിലർ കരുതുന്നുണ്ടല്ലോ സ്ത്രീകളെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടവരാണ്. കാര്യം പുരുഷനെ പ്രകോപിപ്പിച്ചു അത്ര പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളുടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏത് തരം വസ്ത്രമിട്ടാലും അവർക്ക് പ്രകോപനം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ആക്രമിച്ചാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകൂ. അതുകൊണ്ട് അത് മാത്രം ആലോചിക്കുക. സ്വയം തിരുത്താനുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യരിപ്പോ തെറ്റ് ചെയ്യാത്തവരുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. പക്ഷേ ഇത്തരം തെറ്റുകൾ ഇതിനെ തെറ്റെന്നല്ല പറയുന്നത്, ഇതിനെ തോന്നിവാസം ഒന്നും തെമ്മാടിത്തം എന്നാണ് പറയുന്നത്. ഒരു KSRTC ബസ്സിനകത്തൊക്കെ ഇത്രയും ആൾക്കാർ ഇരിക്കുമ്പോൾ സ്വന്തം സ്വകാര്യ ഭാഗങ്ങളൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള തൊലിക്കട്ടി ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റേണ്ട അസുഖം തന്നെയാണ്, തല്ലുകൊള്ളിത്തരം തന്നെയാണ്, ഒരു സംശയമില്ല. അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഞരമ്പിന്റെ എക്സ്ട്രീം അവസ്ഥയാണ്. അവനെയാണ് നിങ്ങൾ ന്യായീകരിച്ചത്. അതുകൊണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് വന്നിട്ട് എന്തിനു വേണ്ടിയായിരുന്നു സവാദിനെ ന്യായീകരിച്ചത് എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് കേൾക്കാൻ ഈ നാടിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് മിണ്ടാതെ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ഏതെങ്കിലും മാളത്തിൽ ഇരിക്കാമെന്ന് കരുതണ്ട. ഒരു ഞരമ്പനെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ വീണ്ടും തെറ്റ് ചെയ്യാൻ വേണ്ടി പൂമാലയിട്ട് ആദരിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരണം ഈ നാട് വളരെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുകയാണെന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ആൾക്കാരെ ന്യായീകരിക്കാൻ വേണ്ടി ചിലപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റ് ചില താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലോ നല്ലൊരു ലീഗുകാരനാണ്, നല്ലൊരു മൂരിക്കുട്ടനാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ന്യായീകരിച്ച് വീണ്ടും വീണ്ടും അവരെ ഗുരുതരമായ തെറ്റുകളിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് ഇതിലൂടെ തെളിയുകയാണ്. അത് ഇനി എത്ര എതിർത്താലും സത്യം ഒരു കാലഘട്ടത്തിൽ പൂർണ്ണ ശോഭയോടുകൂടി സവാദിനെ പോലെ തെളിഞ്ഞു നിൽക്കുമെന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ്. അന്നത്തെ ഇരയുടെ ആ കംപ്ലൈന്റിനെ നിങ്ങൾ പലതരത്തിലുള്ള അവരുടെ ഫോട്ടോ ഉപയോഗപ്പെടുത്തി അവരെ വിമർശിച്ച് അവരാണ് തെറ്റുകാരെന്ന് വരുത്തി തീർത്തവർക്ക് മുന്നിൽ ഇപ്പോ അയാൾ ഒരു 916 ഞരമ്പനാണ് എന്ന രീതിയിൽ ഒരു പൂർണ്ണ സൂര്യനെ പോലെ വന്ന് ഉദിച്ച് മുന്നിൽ നിൽപ്പുണ്ട്. ഇന്നലകളിൽ ന്യായീകരിച്ചവർ വരിയായിട്ട് നിന്ന് വീണ്ടും സവാദിന് വേണ്ടി ഒന്ന് കീജയ് വിളിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇങ്ങനൊന്നും പറയല്ലേ, ഇത് ഓൾ കേരള ഞരമ്പ് രോഗി അസോസിയേഷന്റെ ആൾക്കാർക്ക് പ്രയാസമാകും. അവർ ബൊക്കയും മാലയും ഒരുക്കുന്ന തിരക്കിലായിരിക്കും. ജോസഫ് അതെ ഓൾ കേരള ഞരമ്പൻ അസോസിയേഷൻ എന്നതിന്റെ പേരുടെ നല്ലൊരു കാഴ്ചപ്പാടാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ആരായിരുന്നാലും ഇപ്പൊ നമ്മുടെ വീട്ടിൽ സംഭവിച്ചാലും നമ്മളത് പറയുമ്പോൾ ഇപ്പോൾ പലപ്പോഴും പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പിള്ളേരൊന്നുമല്ല, അവർക്ക് കുറെ കൂടെ ആക്റ്റീവാണ്. ചില വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് പ്രതികരിക്കാൻ ശേഷിയുള്ള രീതിയിൽ തന്നെയാണ് വീടുകൾ വളർത്തുന്നത്. പക്ഷെ കഴിഞ്ഞ ജനറേഷനിലുള്ള പല സ്ത്രീകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളർന്ന സാഹചര്യം വെച്ചിട്ട് ഇത്തരം സംഭവങ്ങളോ ദുരനുഭവങ്ങളോ ഉണ്ടായാൽ പ്രതികരണ ശേഷി കുറയും. അവർക്ക് സമൂഹം എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോശക്കാരിയാകും എന്നുള്ള നിലയ്ക്ക് അവർ പലപ്പോഴും ഇതിനെ സഫർ ചെയ്യാറുണ്ട്. സഫർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ഞരമ്പം പ്രവർത്തനം കാണിക്കാൻ വരുന്നവൻ വിചാരിക്കുന്ന പലപ്പോഴും അവന്റെ മനോഭാവം അനുസരിച്ച് അവർക്ക് ഇതിൽ എതിർപ്പില്ല എന്നായിരിക്കും കാണുന്നത്. അവർ ആൾക്കാർ കാണുന്നത് മോശമാണെന്ന് വിചാരിക്കുന്ന ആ പ്രതികരണ ശേഷി ഇല്ലായ്മയെ ചൂഷണം ചെയ്യുന്നവനാണ് ഇവനൊക്കെ എന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ മെജോറിറ്റി ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ടാകുക അത്തരം പ്രതികരണ ശേഷി ഇല്ലാത്ത വ്യക്തിയാണ്. കാര്യം ഒരു സുപ്രഭാതത്തിൽ ഇവൻ ചെയ്തതല്ല, ഇവൻ നിരന്തരം ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഫേസ് ചെയ്തതിനു ശേഷം വീണ്ടും സമാനമായിട്ട് അതേ പ്രവർത്തനം ചെയ്യാൻ ഇവൻ പോയത്, അതിനെ ധൈര്യപ്പെട്ടത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞു വെക്കാൻ പരിശ്രമിക്കേണ്ടത്. ആ കുട്ടി പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് ആദ്യം അവരുടെ ശരീരഭാഷയോ അവരിടുന്ന വസ്ത്രമോ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കി അവർ മോഡലൊക്കെ ആണെങ്കിൽ അവർ പറയുന്നതിൽ കഴമ്പില്ല എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ഞരമ്പന്മാരെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരികയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു സ്ത്രീയുടെ മേലെ അതിക്രമമായിട്ട് അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പ്രതികരണ ശേഷിയുള്ളവർ ഒരുപക്ഷെ ഇത്രയും കാലം അന്ന് ഇരയാക്കപ്പെട്ട സ്ത്രീ പറഞ്ഞ കാര്യത്തെ റദ്ദാക്കാൻ വേണ്ടി പരിശ്രമിച്ചവർ, ആ ആൾക്ക് എന്ത് ലൈസൻസ് ആണ് കൊടുത്തത്? ആ സ്ത്രീയെ വിളിച്ച പുലഭ്യം, അവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിച്ചവർ, അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവർ നേരിട്ടൊരു ദുരനുഭവത്തെ ഈ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ 2 വർഷത്തോളമാണ് അവർ വേട്ടയാടപ്പെട്ടത്. എന്തെല്ലാം അപഹാസ്യങ്ങളാണ്, എന്തെല്ലാം അനാവശ്യങ്ങളാണ്, എന്തെല്ലാം അശ്ലീലങ്ങളാണ് ആ ഇരയാക്കപ്പെട്ട സ്ത്രീയെ കുറിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചത്.
അപ്പോ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തവരുടെ കുടുംബങ്ങളിൽ ഈ ദുരനുഭവം ഇത്തരം ആൾക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്നാലേ ഇത്തരം തോന്നിവാസങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഈ ആരാണോ ഇരയാക്കപ്പെട്ടവർ അവരെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുത്തുന്ന ആ പതിവങ്ങ് അവസാനിപ്പിക്കത്തുള്ളൂ. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാത്രിയിൽ പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട്, കേട്ടിരുന്നവരോടൊക്കെ ഇത്തരം പ്രതികരണ ശേഷികളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. കാര്യം അവരവരുടെ ശരീരം, അത് ഞാൻ പറഞ്ഞാൽ ഒരു ഞാൻ മനസ്സിലാക്കുന്നപ്പോൾ എന്റെ ശരീരത്തിലേക്ക് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ അനാവശ്യമായി തൊട്ട് കഴിഞ്ഞാൽ അത് എനിക്കൊരു അസംതൃപ്തി ഉണ്ടാകും. ആ അസംതൃപ്തി എല്ലാ മനുഷ്യരിലും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഈ നമ്മുടെ ബോഡിയിലേക്കൊക്കെ ഒരു ടച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അതായത് നമ്മളിപ്പോ പരസ്പരം പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരിക്കലും അവരുടെ ദേഹത്ത് തൊടാറില്ല. പക്ഷെ നമ്മൾ ദേഹത്ത് മറ്റൊരാൾ തൊടാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗഹൃദ വലയത്തിലോ അല്ലെങ്കിൽ ആർക്കായിരുന്നാലും നമ്മുടെ ദേഹത്തെ സ്പർശിക്കാൻ അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമാണ്. അവർ നമ്മുടെ ശരീരത്തെ സ്പർശിക്കുമ്പോൾ നമുക്ക് മറ്റൊന്നും തോന്നത്തില്ല. പക്ഷേ ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ സെയിം കാര്യമാണ്. അതായത് ആര് നമ്മുടെ ദേഹത്ത് ടച്ച് ചെയ്താലും ഒരു സ്വാഭാവികമായിട്ട് അതിൽ ശരിയായിട്ടുള്ള ടച്ച് ചെയ്ത് റോങ് ടച്ച് ചെയ്തെന്ന് ആ സ്പർശനം കൊണ്ട് അനുഭവിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന ആൾക്ക് ആ എന്റെ ദേഹത്ത് തൊട്ട ആ സ്പർശനം റോങ് ആണെന്ന് ഫീൽ ചെയ്താൽ അത് റോങ് തന്നെയാണ്, ഒരു സംശയമില്ലെന്നേ. അത് റോങ് ആണെന്ന് ആരാണോ ആ സ്പർശനം ഏറ്റയാൾ അയാൾ കരുതുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ സ്വാതന്ത്ര്യമുള്ള ഒരാളുടെ ദേഹത്ത് തൊട്ടാൽ അവർക്കൊന്നും അത് ഫീൽ ചെയ്യില്ല, അവരത് ശ്രദ്ധിക്കാറ് കൂടിയില്ല. പക്ഷേ അവരെ ഒരു ടച്ചിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതെന്റെ ദേഹത്ത് അനാവശ്യമായി തൊട്ടതാണെന്നുള്ള ഫീൽ ഉണ്ടാക്കുന്നിടത്ത് അത് അവർ പരാതിപ്പെടുന്നുണ്ടെങ്കിലോ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടതാണ്. ആരെയും അങ്ങനെയൊന്നും ദ്രോഹിക്കാൻ പാടില്ല. അവർ വീട്ടിൽ പോയി അനുഭവിക്കുന്ന മെന്റൽ ടോർച്ചർ ഉണ്ട്. അതായത് എന്ത് സംഭവിച്ചെന്ന് പറയുന്ന മെന്റൽ ഷോക്ക് ഉണ്ട്. അതായത് വീട്ടിൽ പോയിരുന്നൊക്കെ ആലോചിക്കുമ്പോഴും ഒരുപക്ഷെ മനുഷ്യന്റെ ശരീരങ്ങൾ പരസ്പരം ടച്ച് ചെയ്യുക അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ടച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവിഷമത്തെ കുറിച്ചെങ്കിലും ചിന്തിക്കണം. കാര്യം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഇതിൽ നിന്ന് മാനസികമായി കിട്ടാനാണ്? അറപ്പുണ്ടാകുന്ന ഒരു മനോഭാവം അവരുടെ ഉള്ളിൽ ഉണ്ടാകുമെന്നേ, അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. ഏതൊരു വ്യക്തിയുടെയും സ്വത്താണ് അവരുടെ ശരീരവും അവരുടെ സ്വകാര്യതയാണ്. അതിലേക്ക് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു മനുഷ്യൻ കടന്നു കയറി അതിക്രമിച്ചു സ്പർശിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ ഈ സ്വകാര്യ ഭാഗങ്ങൾ എടുത്ത് കാണിച്ചു കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് അത് കാണുമ്പോൾ എന്തോ ആസ്വാദികരമാണെന്നൊക്കെ വിചാരിക്കുന്ന വിവരക്കേടുകൾ ഉണ്ടല്ലോ. അത്തരം ആൾക്കാരുടെ എത്രയെത്ര ദൃശ്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ കാണുമ്പോൾ നമ്മളത് എന്റർടൈൻ ചെയ്യാണോ വേണ്ടത്? ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറുന്ന സ്ത്രീകളെടുത്ത് ഇങ്ങനെ സ്വകാര്യ ഭാഗം കാണിച്ചു കൊടുത്താൽ അതൊക്കെ നല്ലതാണ്, പൂമാല ഇടുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോ അത്തരം കാര്യങ്ങൾക്കെതിരെയൊക്കെ നിങ്ങൾ ശബ്ദമായി പ്രതികരിക്കാൻ ഇറങ്ങുമ്പോൾ എന്താണോ ചിലർ ഈ സമൂഹത്തിനിടയിൽ ചിലരെയൊക്കെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് ചില കുറ്റക്കാരെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കും. മുകേഷ് നായരുടെ കാര്യത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത്. കാര്യം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് കോടതിയിലാണ്, അല്ലാതെ ഇവിടത്തെ ഒരു വലിയ സമൂഹം കൂടി നിന്ന് അവനെ വെള്ളപൂച്ചി എടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് സവാദിനെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ വേണ്ടി സമൂഹം കൂട്ടുനിൽക്കരുത് എന്ന അഭ്യർത്ഥന മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാനുള്ളത്. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ മറ്റൊരു വിഷയമായിട്ട് കാണാം.